മാസ് പടം പ്രതീക്ഷിച്ച് ടിനു പാപ്പച്ചൻ്റെ ബിൽഡപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ആരും പോയല്ലേ. എന്നാലും കുറച്ച് പോരായ്മകളുണ്ട്. കിടിലമെന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുന്നില്ല. ഭയങ്കര സ്ട്രക്ചർ ഇല്ലാത്ത പോലെ തോന്നി, എന്തൊക്കെയോ കാണിക്കുന്ന പോലെ തോന്നി. അതിന് എല്ലാവർക്കും വർക്ക് ആവത്തില്ല, അങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് പടമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് പോവാ കാണുക, അതിൽ ഫീൽ ഉണ്ടാക്കുക. കുറച്ച് സ്ലോ ആണ്, ബട്ട് വൺ ടൈം பார்க்கலாம். ലാലേട്ടനുக்காக பார்க்கலாம். കൊള്ളായിരുന്നു, കുഴപ്പമില്ല. ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നില്ല. ക്ലീശ കഥയാണ്, പക്ഷേ എടുത്തു വെച്ചിരിക്കാൻ കൊള്ളാം. നല്ല രസമുണ്ട് കണ്ടു. നല്ല പടം, കിടിലം പടം, നല്ല ഇഷ്ടപ്പെട്ടു. അതല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല, ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഭയങ്കര സ്ട്രക്ചർ ഇല്ലാത്ത പോലെ തോന്നി, എന്തൊക്കെയോ കാണിക്കുന്ന പോലെ തോന്നി. കൊള്ളത്തില്ല. അല്ല, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും, എൻ്റെ പേഴ്സണലാണ്. കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. കുറച്ച് സ്ലോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. എനിക്ക് ചതിച്ചെന്ന് തോന്നുന്നില്ല. അതിന് എല്ലാവർക്കും വർക്ക് ആവത്തില്ല, അങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് പടമാണ്. അതുകൊണ്ടാണ് മേക്കിംഗ് ഒക്കെ ഭയങ്കര നൈസാണ്. അപ്പോൾ ആ ഫ്രെയിംസും അതൊക്കെ നൈസാണ്. കുറച്ച് സ്ലോ ആണ്, ബട്ട് വൺ ടൈം பார்க்கலாம். லாலேட்டனுக்காக பார்க்கலாம். ஒருத்தருக்கு மேக்கிங் வீடியோ, அந்த சினிமோட்டோகிராஃபி, விஷுவல்ஸு അതങ്ങനെ കുറച്ച് நல்லா இருந்து பார்க்க ரசம் உண்டு. ஸ்டோரி கனெக்ட் ஆகலை. மேபி செகண்ட் பார்ட்டு வந்தால் இன்னுം கொஞ்சம் தெரியும்னு நினைக்கிது. ഇഷ്ടപ്പെട്ടു. മാസ് പടം പ്രതീക്ഷിച്ച് ടിനു പാപ്പച്ചൻ്റെ ബിൽഡപ്പ് ഒന്നും പ്രതീക്ഷിച്ച് ആരും പോയല്ലേ. പക്ക ലിജോ ഒരു രീതിയിലും ചേഞ്ച് ചെയ്യാത്ത ലിജോയുടെ രീതിയിലുള്ള ഒരു പ്യുവർ വെസ്റ്റേൺ ഒരു പടമാണ്. ഒരു കോമിക് ബുക്ക് പോലെ, ലിജോ പറഞ്ഞ പോലെ ഒരു അമർചിത്ര കഥ ബുക്ക് വായിക്കണ പോലത്തെ കോമിക്കൽ ഫ്രെയിംസ് ആണ് എല്ലാ പടം. ഇപ്പം ചിലപ്പം ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം, പക്ഷേ ചിലപ്പം ആൾക്കാർക്ക് കുറേ കഴിയുമ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. കോംബോ വർക്കാണ്, പക്ഷേ എന്നാലും കുറച്ച് പോരായ്മകളുണ്ട്. കിടിലമെന്ന് മനസ്സറിഞ്ഞ് പറയാൻ പറ്റുന്നില്ല. വാലിബൻ ഒരു LJP പടമാണെന്നുള്ള മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമാവും. അല്ലാതെ ഒരു സാധാരണ മോഹൻലാൽ പടം പോലെ ഒരു മാസ് അതൊക്കെ പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ തീരെ ഇഷ്ടപ്പെടത്തില്ല. ഒരു LJPയുടെ വേൾഡിലേക്ക് എൻ്റർ ചെയ്യാൻ തയ്യാറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. പടം കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്ര ഒരു മറ്റൊരു ഒടിയനാണോ എന്ന് പേടിച്ചു, പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും പടം അടിപൊളിയായിരുന്നു. സൂപ്പറാണ്, വേറെ ഫീലായി. ക്ലൈമാക്സ് ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ് പുള്ളിയുടെ പടത്തിൻ്റെ. നമുക്ക് ബോറടിക്കത്തില്ല. വാലിബൻ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ലാഗുണ്ട്, പക്ഷേ എന്നാലും പുതിയൊരു ജോണർ ആയതുകൊണ്ട് കണ്ടിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മോഹൻലാലിൻ്റെ അഭിനയമായാലും അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കാണുന്നവരുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും. നല്ലൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ലോജിക്കൊന്നും നോക്കരുത്, കണ്ടിരിക്കാം. പിന്നെ ഒരു വേറൊരു ഫീലാണ്, വേറൊരു ലോകമാണ് കേട്ടോ. LJPയുടെ വേറൊരു ലോകമാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കി കാണണം. ഒരു അമർചിത്ര കഥ പോലെ കാണണം നമ്മളത്. അല്ലാതെ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്ത് കാണരുത്. ജസ്റ്റ് പോവാ കാണുക, അതിൽ ഫീൽ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഒരല്പം സ്ലോ ആണ്, കുഴപ്പമില്ല. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹൻലാലൊക്കെ മൊത്തത്തിൽ കൊള്ളാം. പടം LPGയുടെ പടം, പുള്ളിയുടെ തന്നെ. വേറെ ആർക്കും അതിൽ വലിയ ഇതൊന്നുമില്ല. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം പുള്ളിയുടെ ഒരു വിഷ്വൽ നല്ല സൂപ്പറാണ്. തിയേറ്ററിൽ തന്നെ കാണണം. അത്